വീണ്ടും ഭീകരന്മാരെ കാലപുരിക്ക് അയച്ച് സുരക്ഷാസേന. ഭീകരന്മാർ വനത്തിനുള്ളിൽ ഒളിച്ചു കഴിയുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് 2 ജെയ്ഷെ ഭീകരരെ വധിച്ചിരിക്കുന്നത്. കുറെ അധികം ദിവസമായി തന്നെ ഭീകരന്മാർക്കുള്ള തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയായിരുന്നു. ജെയ്ഷെ ഭീകര സംഘടനയിലെ കമാൻഡർ സെയ്ഫുള്ള ഉൾപ്പെടെയുള്ള ഭീകരർ വനത്തിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് പരിശോധന നടത്തിയത്. വന അതിർത്തി പ്രദേശമായ കിഷ്ത്വാറിലാണ് ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നത്. മറ്റു ഭീകരന്മാർക്കായുള്ള തിരച്ചിൽ ജമ്മുവിലും അതുപോലെ കാശ്മീരിലും വിവിധ ഇടങ്ങളിലും തുടരുകയാണ്. കാശ്മീരിലെ ത്രാലിലും ഷോഫിയാനിലും അതിനടുത്തുള്ള നടന്ന ഓപ്പറേഷനിലെല്ലാം തന്നെ 6 ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ജെയ്ഷെ കമാൻഡർ സെയ്ഫുള്ള കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ വന്നെങ്കിൽ പോലും ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ വന്നില്ലായിരുന്നു. ഇപ്പോൾ നടന്ന ഏറ്റുമുട്ടലിൽ സെയ്ഫുള്ള ഉൾപ്പെടെ മറ്റു ഭീകരർ വനത്തിനുള്ളിൽ ഒളിച്ചു കഴിയുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സുരക്ഷാ സേന തിരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നതും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും വമ്പൻ ഓപ്പറേഷനിൽ ഏകദേശം 25-ലധികം ഭീകരന്മാരെ സുരക്ഷാസേന വധിച്ചിരുന്നു. രാജ്യത്ത് ഇനിയൊരു ഭീകരനും ജീവനോടെ ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. ഭീകര സംഘടനയിലെ തലവന്മാർ തന്നെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു സുരക്ഷാസേന ഓപ്പറേഷൻ ശക്തമാക്കിയിരുന്നത്. ഇവർ ഇനി ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഇവരെ ഇല്ലാതാക്കും. എന്നാൽ ഇവിടെ സുരക്ഷാ സേനയ്ക്ക് കൂട്ടായി അജ്ഞാതന്മാരും കളത്തിൽ സജീവമായി തന്നെ ചുവടുറപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ലഷ്കർ-ഇ-തൈബ ഭീകര സംഘടനയിലെ മുഖ്യ തലവന്മാരെ എല്ലാം തന്നെ അജ്ഞാതർ തീർക്കുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം പോലും ലഷ്കർ-ഇ-തൈബ കമാൻഡറായ അബു സൈഫുള്ള നിസാമാനി അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും പുറത്തു വന്നതാണ്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വെച്ച് അജ്ഞാതരായ ആക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു ചെയ്തത്. 2001-ലെ CRPF ക്യാമ്പ് ആക്രമണം, 2008-ലെ RSS ആസ്ഥാന ആക്രമണം, ബംഗളൂരു ബോംബ് സ്ഫോടനം എന്നിങ്ങനെ തന്നെ ഇന്ത്യയിലെ നിരവധി ഭീകര ആക്രമണങ്ങളിൽ പങ്കുള്ള തീവ്രവാദിയാണ് കൊല്ലപ്പെട്ട സെയ്ഫുള്ള. ലഷ്കർ-ഇ-തൊയ്ബയ്ക്കും അതിന്റെ രാഷ്ട്രീയ മുന്നണിയായ ജമായത്ത് ഉദ് ദവായ്ക്കും ഒക്കെ തന്നെ വേണ്ടി തീവ്രവാദവൽക്കരണത്തിനും അതുപോലെ ധനസമാഹരണത്തിനുമെല്ലാം തന്നെ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് സെയ്ഫുള്ള. നേപ്പാൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാൾ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നതിന്റെ സൗകര്യമൊരുക്കുന്നതിൽ ഒരു പ്രധാന എലീറ്റ് മൊഡ്യൂൾ നേപ്പാൾ സെയ്ഫുള്ള പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ 2001-ൽ ഉത്തർപ്രദേശിലെ രാംപൂരിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതും സെയ്ഫുള്ളയായിരുന്നു. 2005-ലാകട്ടെ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നടന്ന ബോംബ് സ്ഫോടനത്തിലും ഇയാൾ പ്രതിയായിരുന്നു. കൂടാതെ തന്നെ 2008-ലെ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിന് നേരെയുള്ള ആക്രമണം ആസൂത്രണം ചെയ്തതും സെയ്ഫുള്ളയായിരുന്നു. അതുപോലെ സിന്ധിലെ ബാദൽ ജില്ലയിലെ മറ്റ്ലി താലൂക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അജ്ഞാതരായ 2 പേർ നടത്തിയ ആക്രമണത്തിലാണ് സെയ്ഫുള്ള വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും പുറത്തു വന്നതും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.